418 ബാറുകൾ എങ്ങനെ തുറപ്പിക്കാം എന്ന് ആലോചിക്കുന്ന ചില നേതാക്കൾ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട് എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അതിൽ മുമ്പൻ മദ്യമന്ത്രി തന്നെയാണോ എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നു. എന്തായാലും ബാറുകൾ അടപ്പിച്ചതോടെ മന്ത്രിയുടെ വകുപ്പിന് വമ്പൻ വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. വരുമാനം കൂടുമ്പോൾ മന്ത്രിക്ക് രണ്ടുണ്ട് സന്തോഷം. സർക്കാരിന് വരുമാന വർധനയുണ്ടെന്നും മദ്യവിൽപ്പന കൂടിയെന്നും പറഞ്ഞ് ബാറുടമകൾക്ക് ഒരു കൈ സഹായം നൽകുകയുമാകാം. എന്തായാലും മദ്യമന്ത്രി സ്റ്റൈലായി നടക്കുകയാണ്. ഹോട്ടലുകൾ പൂട്ടിയിട്ടപ്പോ ഉണ്ടായ ഒരു സാഹചര്യം ബിവറേജ് കോർപ്പറേഷൻ താങ്ങാനാവാത്ത, ജീവനക്കാർക്ക് താങ്ങാനാവാത്ത ജോലിഭാരവും ബിവറേജ് കോർപ്പറേഷന്റെ ആളുകൾ മദ്യപാനം നിർത്തിയല്ല യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. മദ്യത്തിന്റെ വരുമാനത്തിൽ അതിശയോക്തികരമായ ഒരു കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശതമാനമാണ് 1.5 മാസം കൊണ്ടുള്ള വർധനവ്. ബിവറേജ് കോർപ്പറേഷന്റെ വിൽപ്പന കുറച്ചു കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് ഈ ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ വർധനവിന്റെ തോത് 21%. അതിൽ നിന്ന് പല ഘട്ടങ്ങളിലായി കുറച്ച് 0% അതിന്റെ താഴേക്ക് കൊണ്ടുവരാൻ, മൈനസ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിലും ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒട്ടും ആഹ്ലാദകരമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുക, അതായത് സന്തോഷകരമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക. 418 ഹോട്ടലുകൾ, ബാർ ഹോട്ടലുകൾ പൂട്ടിയിട്ടപ്പോ ബിവറേജ് കോർപ്പറേഷൻ 1.5 മാസം കൊണ്ട് 22% വർധന വിലയിൽ ഉണ്ടായി. വരുമാനം 155 കോടി രൂപയുടെ വർധനമാണ് 1.5 മാസം കൊണ്ടുണ്ടായത്. അപ്പൊ അതിന് പുറമെ നിലവിലുള്ള ബാർ ഹോട്ടലുകളിൽ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ബാർ ഹോട്ടലുകളിലെല്ലാം ക്രമാതീതമായ വിൽപ്പന. എന്നോട് പല സുഹൃത്തുക്കളും പറയുന്നത് അവരുടെ ബാങ്ക് ലോൺ മിക്കവാറും എല്ലാം അടഞ്ഞു തീർന്നുമാണ് ഈ കാലഘട്ടത്തിൽ. ബാങ്ക് ലോൺ എല്ലാം അടച്ചു തീർത്ത് വളരെ സന്തോഷത്തോടു കൂടി അവര് ഇന്ന് വന്നിരിക്കുകയാണ്. ഏതായാലും ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് കമന്റ് ചെയ്യുന്നില്ല. അതുപോലെ ബിവറേജ് കോർപ്പറേഷന്റെ ഷോപ്പുകൾ പലയിടത്തും കുത്തി തുറന്ന് മദ്യം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 9 മണി കഴിഞ്ഞാൽ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അടയ്ക്കുന്നതിന് സഹൃദരായ ആളുകൾ സമ്മതിക്കുന്നില്ല. 9 മണി കഴിയുമ്പോൾ ഷോപ്പ് അടയ്ക്കുന്നതിന് ആളുകൾ സമ്മതിക്കുന്നില്ല. അവര് ഷോപ്പ് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം. അതുപോലെ തന്നെ മദ്യത്തിന്റെ വിൽപ്പന കുറയുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇപ്പൊ 2013 മെയ് മാസത്തില് 15 വരെയുള്ള മെയ് 15 വരെ മദ്യവിൽപ്പന അപേക്ഷിച്ച് കഴിഞ്ഞ 2013 മെയ് 2014 മെയ്യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 14 മെയ് 15 വരെ സംസ്ഥാനത്ത് 6 ലക്ഷം ലിറ്റർ വിദേശ മദ്യം കൂടുതൽ ചെലവഴിക്കപ്പെട്ടു. $68,000 പെട്ടി മദ്യത്തിന്റെ വർധന. അതായത് മദ്യലഭ്യത കുറഞ്ഞിട്ടും വിൽപ്പന കുതിച്ചുയർന്നിരിക്കുകയാണ്. അപ്പൊ ബിവറേജ് കോർപ്പറേഷന്റെ വരുമാനത്തിൽ 22% വർധനവ്, മദ്യ വിൽപ്പനയിൽ 6 ലക്ഷം ലിറ്റർ വിദേശ മദ്യം കൂടുതൽ ചെലവഴിക്കപ്പെട്ടു.
66,000 പെട്ടി മദ്യത്തിന്റെ വർധന, മദ്യലഭ്യത കുറഞ്ഞിട്ടും കേരളത്തിൽ ഉണ്ടായിരിക്കുക. ഈ അസാധാരണമായ സാഹചര്യത്തെയാണ് നേരിടാൻ ഇന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രയാസപ്പെടുന്നത്. അതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഈ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. വളരെ പ്രയാസമാണെന്ന് പറഞ്ഞാൽ ഈ അസാധാരണമായ സാഹചര്യത്തെ നേരിടാൻ 4,500 ജീവനക്കാരെ കൊണ്ട് സാധിക്കാത്ത ഒരു പ്രയാസകരമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ്. ബാറുകൾ അടച്ചതിന് ശേഷം പണ്ടത്തെക്കാളും മദ്യം കൂടുതൽ വിൽക്കുന്നു എന്നാണ് ബാബു പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടച്ച ബാറുകൾ തുറന്ന് മദ്യവിൽപ്പനയിലെ വർധന കുറയ്ക്കാൻ സർക്കാർ ഇടപെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ആദിവാസി ക്ഷേമം. അന്നാക്കോണ്ട എന്ന പാമ്പിന് പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്